പശ്ചിമേഷ്യയിലെ നയതന്ത്ര സമവാക്യങ്ങളെ അടിമുടി മാറ്റിക്കുറിക്കാൻ ശേഷിയുള്ള പുതിയ തന്ത്രങ്ങളുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള റഷ്യയുടെ ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു. കേവലം ഒരു സാന്നിധ്യം എന്നതിലുപരി പശ്ചിമേഷ്യയിലെ സുരക്ഷാ ചട്ടക്കൂടുകളെ പുനർനിർവചിക്കാനുള്ള റഷ്യയുടെ ശ്രമമാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. പശ്ചിമേഷ്യയെ കൂട്ടനശീകരണ ആയുധ വിമുക്തി മേഖലയാക്കി മാറ്റുക എന്ന ആശയം റഷ്യൻ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചത് നയതന്ത്ര ലോകത്ത് വലിയൊരു ബോംബെല്ലായാണ് കണക്കാക്കപ്പെടുന്നത്. ദീർഘകാലാടിസ്ഥാനത്തിൽ നിലവിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെ വെല്ലുവിളിക്കാനുള്ള മോസ്കോയുടെ കരുതിക്കൂട്ടിയുള്ള നീക്കമാണിത്. മേഖലയിലെ സമാധാനത്തിന് ഇത്തരമൊരു മേഖല അനിവാര്യമാണെന്നാണ് റഷ്യ വാദിക്കുന്നത്. ഇസ്രയേലിനെതിരെ റഷ്യ സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകളാണ് ഈ പുതിയ നയതന്ത്ര നീക്കത്തിന്റെ കേന്ദ്രബിന്ദു. ആണവായുധ വ്യാപന നിരോധന കരാറിൽ ചേരാൻ ഇസ്രയേൽ വിസമ്മതിക്കുന്നതിനെ റഷ്യ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. മറ്റു പ്രാദേശിക രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണമെന്ന് നിർബന്ധിക്കുമ്പോൾ ഇസ്രയേൽ മാത്രം ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് റഷ്യ തുറന്നടിക്കുന്നു. റഷ്യയുടെ ഈ വിമർശനം ഇസ്രയേലിന്റെ സൈനിക പ്രതിച്ഛായയ്ക്കും നയതന്ത്ര മേൽക്കോയ്മയ്ക്കും വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിലെ ഏക ആണവശക്തി എന്ന നിലയിൽ ഇസ്രയേൽ പുലർത്തുന്ന രഹസ്യാത്മകതയെ ആഗോളവേദിയിൽ ചോദ്യം ചെയ്യുക വഴി റഷ്യ അറബ് രാജ്യങ്ങളുടെയും ഇറാന്റെയും പിന്തുണ ആർജിക്കാൻ ശ്രമിക്കുന്നു. ഇത് മേഖലയിലെ ഭൗമരാഷ്ട്രീയത്തിൽ പുതിയൊരു ചേരിതിരിവിന് കാരണമാകുന്നുണ്ട്. അതേസമയം തന്നെ ഇറാനുമായുള്ള പ്രതിരോധ സഹകരണം റഷ്യ അഭൂതപൂർവമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഉന്നതതല സൈനിക യോഗങ്ങളും പ്രതിരോധ കരാറുകളും വഴി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ്. ഇറാന്റെ സൈനിക ശേഷിയെ റഷ്യ പരസ്യമായി പിന്തുണയ്ക്കുന്നത് അമേരിക്കയെയും ഇസ്രയേലിനെയും ഒരുപോലെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആഗോള വേദികളിൽ ഇറാനു വേണ്ടി റഷ്യ നടത്തുന്ന ശക്തമായ വാദങ്ങൾ ശ്രദ്ധേയമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളെ മറികടക്കാൻ ഇറാന് റഷ്യ നൽകുന്ന നയതന്ത്ര സംരക്ഷണം മേഖലയിലെ സൈനിക തുലനാവസ്ഥയിൽ മാറ്റം വരുത്തുന്നു. ഇറാനെ ഒരു പ്രാദേശിക ശക്തിയായി ഔദ്യോഗികമായി അംഗീകരിപ്പിക്കാനുള്ള നീക്കമാണ് മോസ്കോ നടത്തുന്നത്. റഷ്യയുടെ ഈ WMD ബോംബ് പ്രയോഗം യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും നയതന്ത്ര സുരക്ഷയ്ക്കും മേൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ്. ഇസ്രയേലിന്റെ സൈനിക സ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യൻ നീക്കങ്ങൾ ഓരോന്നും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ റഷ്യൻ സാന്നിധ്യം ഇസ്രയേലിന് പുതിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക സഹകരണം കേവലം ആയുധ കൈമാറ്റത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സാങ്കേതിക വിദ്യ പങ്കുവെക്കുന്നതിലും രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുന്നതിലും ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ ധാരണയിലെത്തിക്കഴിഞ്ഞു. ഇത് മേഖലയിലെ ഇസ്രായേലിന്റെ ആകാശ മേധാവിത്വത്തെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. റഷ്യൻ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുന്ന ആയുധ വിമുക്ത മേഖല എന്ന നിർദ്ദേശം വാസ്തവത്തിൽ അമേരിക്കൻ സ്വാധീനത്തെ കുറയ്ക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഇത്തരമൊരു ചർച്ച തുടങ്ങുന്നതിലൂടെ തങ്ങൾ സമാധാനത്തിന്റെ വക്താക്കളാണെന്ന് സ്ഥാപിക്കാൻ റഷ്യയ്ക്ക് സാധിക്കുന്നു. ഇത് അറബ് ലോകത്ത് പുടിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നിലവിൽ സിറിയയിലെ റഷ്യൻ സാന്നിധ്യം ഇസ്രയേലിന് വലിയൊരു തലവേദനയാണ്. അതിനു പുറമെ ഇറാനുമായി ചേർന്ന് പുതിയൊരു പ്രതിരോധ വലയം തീർക്കാൻ റഷ്യ ശ്രമിക്കുന്നത് ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങളെ പരിമിതപ്പെടുത്തും. ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾക്കും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും റഷ്യൻ സാങ്കേതിക വിദ്യ ഒരു വലിയ പ്രതിരോധമായി മാറുകയാണ്. റഷ്യൻ നയതന്ത്രജ്ഞർ ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കുന്ന വാദങ്ങൾ പലപ്പോഴും അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഇസ്രയേലിന്റെ ആണവ പദ്ധതിയോട് മൗനം പാലിക്കുകയും ഇറാന്റെ സമാധാനപരമായ ആണവ പരിപാടികളെ എതിർക്കുകയും ചെയ്യുന്ന പാശ്ചാത്യ നിലപാടിനെ റഷ്യ തുറന്നു കാട്ടുന്നു. ഇത് ആഗോളതലത്തിൽ റഷ്യയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥ മാറുന്നത് ആഗോള വിപണിയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. റഷ്യയും ഇറാനും ചേർന്നുള്ള ഒരു ശക്തി കേന്ദ്രം രൂപപ്പെടുന്നത് എണ്ണ വിപണിയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാൻ ഇടയാക്കും. ഇത് സാമ്പത്തികമായ ഒരു യുദ്ധതന്ത്രം കൂടിയാണ് മോസ്കോ പയറ്റുന്നത്. പുടിന്റെ ഈ നീക്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയങ്ങൾക്കുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയെ ഒറ്റപ്പെടുത്താനും റഷ്യൻ മേധാവിത്വം ഉറപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള സുദീർഘമായ നീക്കമാണിത്. മേഖലയിലെ രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയേക്കാൾ റഷ്യൻ നിലപാടുകളെ ഗൗരവമായി നിരീക്ഷിക്കുന്നു. ഇസ്രയേലിന്റെ ആഭ്യന്തര സുരക്ഷാ ഉദ്യോഗസ്ഥർക്കിടയിൽ റഷ്യയുടെ ഈ മാറ്റം വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്.
മുൻപ് റഷ്യയുമായി പുലർത്തിയിരുന്ന ഒരു തരം സമാധാനപരമായ സഹകരണം ഇപ്പോൾ ഇല്ലാതാവുകയാണ്. പകരം നേരിട്ടുള്ള നയതന്ത്ര പോരാട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇറാനുമായുള്ള റഷ്യയുടെ പ്രതിരോധ കൂടിക്കാഴ്ചകളിൽ അത്യാധുനിക മിസൈലുകളെക്കുറിച്ചും ഡ്രോണുകളെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് ഇസ്രയേലിന്റെ അതിർത്തികളിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കും. ഹിസ്ബുൾ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ ഇത്തരം സഹകരണം വഴി പരോക്ഷമായ കരുത്ത് ലഭിക്കുമെന്നും ഇസ്രയേൽ ഭയപ്പെടുന്നു. ആധുനിക യുദ്ധതന്ത്രത്തിൽ വിവര സാങ്കേതിക വിദ്യയ്ക്കും സൈബർ സുരക്ഷയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. റഷ്യ ഈ മേഖലയിൽ ഇറാന് നൽകുന്ന പിന്തുണ ഇസ്രയേലിന്റെ സൈനിക ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് ഭീഷണിയായേക്കാം. സംയുക്ത സൈനികാഭ്യാസങ്ങളിലൂടെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ തന്ത്രങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. റഷ്യയുടെ ഈ മാറ്റം കേവലം താൽക്കാലികമല്ലെന്ന് അവരുടെ പബ്ലിക് എൻഡോഴ്സ്മെന്റുകളിൽ വ്യക്തമാകുന്നു. ഇറാന്റെ ഓരോ നയതന്ത്ര നീക്കത്തിനും റഷ്യ നൽകുന്ന പരസ്യ പിന്തുണ അന്താരാഷ്ട്ര നിയമങ്ങളെ റഷ്യ സ്വന്തം താൽപ്പര്യങ്ങൾക്കായി വ്യാഖ്യാനിക്കുന്നു എന്നതിന് തെളിവാണ്. ഇത് മേഖലയിലെ പഴയ സുരക്ഷാ ചട്ടക്കൂടുകളെ തകർക്കുന്നു. റഷ്യൻ ഭരണകൂടം ഇസ്രയേലിനെ വിമർശിക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഗസയിലെയും ലബനനിലെയും സംഘർഷങ്ങൾക്കിടയിൽ ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര വികാരം തിരിച്ചുവിടാൻ റഷ്യ ശ്രമിക്കുന്നു. ഇസ്രയേലിന്റെ സൈനിക നടപടികൾ ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന വാദമാണ് റഷ്യ ഉന്നയിക്കുന്നത്. ഭൗമരാഷ്ട്രീയപരമായി റഷ്യയുടെ ഈ നീക്കം ഒരു വലിയ കളിയുടെ ഭാഗമാണ്. അമേരിക്കയെ പശ്ചിമേഷ്യയിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണിത്. ഇതിനായി ഇറാനെ ഒരു പ്രധാന പങ്കാളിയായി റഷ്യ അവരോധിക്കുന്നു. റഷ്യൻ ആയുധങ്ങൾ പശ്ചിമേഷ്യൻ വിപണിയിൽ കൂടുതൽ ലഭ്യമാക്കാനും പുടിൻ ലക്ഷ്യമിടുന്നു. അമേരിക്കൻ ആയുധങ്ങളെ ആശ്രയിച്ചിരുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ റഷ്യൻ സാങ്കേതിക വിദ്യയിലേക്ക് തിരിയാൻ ആലോചിക്കുന്നു. ഇത് അമേരിക്കൻ ആയുധ നിർമ്മാണ മേഖലയ്ക്ക് വലിയ സാമ്പത്തിക തിരിച്ചടിയാകും. റഷ്യയുടെ കടുപ്പമേറിയ നയതന്ത്ര പ്രഷർ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടും. സൈനിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്ന് റഷ്യ അവകാശപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി മേഖലയെ ഒരു പരീക്ഷണശാലയാക്കി മാറ്റുകയാണ് പുടിൻ ചെയ്യുന്നത്. ഇസ്രയേലിന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള റഷ്യൻ വെളിപ്പെടുത്തലുകൾ ഒരു ആഗോള വിവാദമായി വളരുകയാണ്. ഇതുവരെ ആരും പരസ്യമായി ചോദിക്കാൻ മടിച്ചിരുന്ന ചോദ്യങ്ങൾ റഷ്യ ഇപ്പോൾ ഉറക്കെ ചോദിക്കുന്നു. ഇത് അന്താരാഷ്ട്ര നയതന്ത്ര ചർച്ചകളിൽ ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കും. പശ്ചിമേഷ്യയിൽ റഷ്യ നടത്തുന്ന ഈ നയതന്ത്ര യുദ്ധം മേഖലയുടെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും. ഇസ്രയേലിന്റെ സൈനിക ശക്തിയെ നിർവീര്യമാക്കാനും ഇറാനെ ശക്തിപ്പെടുത്താനുമുള്ള റഷ്യയുടെ നീക്കങ്ങൾ ഒരു വലിയ യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ലോകക്രമത്തിലേക്കോ നയിച്ചേക്കാം. പശ്ചിമേഷ്യയിലെ ഓരോ രാജ്യവും ഇപ്പോൾ തങ്ങളുടെ സുരക്ഷാ നയം പുനഃപരിശോധിക്കേണ്ട അവസ്ഥയിലാണ്. റഷ്യയുടെ ഈ പുതിയ വേദിയിൽ ആരാണ് ജയിക്കുക എന്നത് വരും മാസങ്ങളിലെ സംഭവവികാസങ്ങൾ തീരുമാനിക്കും. അമേരിക്കയുടെ പിന്മാറ്റവും റഷ്യയുടെ ഈ അതിശക്തമായ തിരിച്ചുവരവും ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നായി രേഖപ്പെടുത്തപ്പെടും.